ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സോങ്ങിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കൊടുമൺ പോറ്റിയുടെ സീൻസ് ഒക്കെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രമേഹ സിനിമയുടെ. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഈ ഇൻട്രോ സീനും അതുപോലെ നമുക്ക് ഇൻട്രോ സീനും എടുത്തായിരുന്നു, പിന്നെ ഇൻട്രോ സീനും എടുത്തായിരുന്നു. ക്ലൈമാക്സ് സീനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് 3 പേരും മത്സരിച്ച് അഭിനയിച്ച ആ ഒരു ക്ലൈമാക്സ് ആണ് അല്ലെ. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഇന്നാൾ നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല. എല്ലാരും മത്സരിച്ച് അഭിനയിച്ച സീൻ തന്നെയായിരുന്നു. പിന്നെ ആ ഒരു നമുക്ക് ഭീതി എന്ന് വെച്ചാൽ അതുവരെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഈ ഒരു പടത്തിൽ എന്താണ് എവിടാണ്. പിന്നെ ആ ഒരു ടിസ്റ്റ് തരുമല്ലോ ഇതിനകത്ത് ആരാണ് വിശാൽ എന്നുള്ളതിന്റെ ഒരു ടിസ്റ്റ് ഒക്കെ ചാത്തൻ ആരാന്ന് കാണിക്കുന്ന ടിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ക്ലൈമാക്സിലേക്കാണ് ഇവരുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ ഒരു സീനാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ സീറ്റ് എഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്ര ആവേശം കൊണ്ടൊരു സീൻ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് നേരെ അതൊന്ന് കണ്ടു നോക്കാം. ചിരിക്കാതെ പുറത്തേക്ക് വാ. നീ ആരാ എന്നോട് ആജ്ഞാപിക്കാൻ? നിന്നെ തളച്ച് പ്രതികാരം ചെയ്യാൻ വന്നവൻ. വേഷം മാറി വന്ന കീഴ്ജാതിക്കാരനായി നിനക്ക് എന്നെ തളയ്ക്കാൻ ധൈര്യമോ? വെറുമൊരു കീഴ്ജാതിക്കാരനല്ല. ഈ ശിലയിലൂടെ വന്നത് കൊടുമൺ പോറ്റിയുടെ ചോരയാണ്. അസാധ്യം. പാത്രത്തിൽ നിന്നായിരുന്ന കുഞ്ഞിനെ അടക്കം ആ വംശത്തിലെ സകലരെയും ഞാൻ കൊന്നുകളഞ്ഞതാണ്. ജീവിച്ചിരുന്ന അവസാനത്തെ പോറ്റിയാണ് ദിവസങ്ങൾക്ക് മുമ്പ് നീ കൊണ്ട് കുഴിച്ചുകൂടിയത്. അതെ, അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ. കൊടുമൺ പോറ്റിക്ക് കീഴ്ജാതിക്കാരിയായി അടിയാത്തിയില് ഇങ്ങനൊരു മകനുള്ള കാര്യം കുശാകര ബുദ്ധിയായ നീ അറിഞ്ഞില്ല. മനുഷ്യന് ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും ബ്രാഹ്മണനാവാമെന്ന് നീ തന്നെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? നിന്നെ പിടിച്ചുകെട്ടി ഈ മന വീണ്ടെടുക്കാനാണ് ഞാൻ വന്നത്. കൊള്ളാം. അടിച്ചു തളിക്കാരിയുടെ മകന്റെ മോഹം കൊള്ളാം. ഭയങ്കര കൈയടിയായിരുന്നു തിയേറ്ററിൽ ആ ഒരു സീൻ. ഇനി നമ്മളെ കുറെ കൺഫ്യൂഷൻ ആക്കുന്ന സംഭവങ്ങളൊക്കെ. നമ്മളിത് ഭയങ്കര സ്റ്റൈലിലാണ് പെട്ടെന്ന് ഒരു സൗണ്ട്. അത് അറ്റ്മോസ്ഫിയർ കേൾക്കുമ്പോൾ ഭയങ്കര വച്ചിരി സറൗണ്ട്.
ഇത് നമ്മുടെ തല കറങ്ങി ഈ സംഭവം. നമുക്കൊന്നും അറിയില്ല. ഇവിടില്ലേ? അടഞ്ഞു. താഴ്ന്നു വരുന്നു. നമ്മൾ ഇട്ടത്തായിരുന്നു. വീണ്ടും ഇതൊരു ഭയങ്കര അല്ലേ സീൻ എന്ന് വെച്ചാൽ ആ ഒരു പെട്ടെന്ന് ഫേസിലെ റിയാക്ഷൻ മാറുന്ന സീനുണ്ട് അല്ലെ നമുക്കടെ
പിതാവിന്റെ സ്നേഹം അറിയാതെ വളർന്ന അറിയാത്തിയുടെ മകന്റെ ദുരിതങ്ങൾ എനിക്ക് ഒഴിക്കാനാവും. എത്ര മന്ത്രവിദ്യകൾ പറഞ്ഞു തന്നാലും അതിനൊന്നും പരിഹരാവില്ല. എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കും. വാ, അച്ഛനാ വിളിക്കണേ, താന്ത്രികനായിട്ടല്ല. നിസ്സഹായനായ ഒരു അച്ഛനായിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ അടുത്തേക്ക് വാ, വാ. എന്റെ പൂർവികരെ പോലെ ഞാനും നിന്റെ തന്ത്രങ്ങളുടെ വീഴുമെന്ന് കരുതിയോ? ഫേസ് പറഞ്ഞു. നീ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായി അറിയാം. വരയിച്ചിട്ടെടുക്കുക. അരുത്, അത് തുറന്നാൽ നീ ചാവും. എന്നെ അതിനുള്ളിൽ അടച്ചു കഴിഞ്ഞാൽ ഇവൻ നിന്നെ കൊല്ലും. കേട്ടു വെക്കാതെ ചെലം നോക്കണം. എന്നെ കൊണ്ട് കൊല്ലിക്കും. കേട്ടു വെക്കാതെ ചെലം നോക്കണം. ശാപമായി മാറും. നിന്റെ തലയിൽ തീ വീഴും. ഈ ഒരു ക്ലൈമാക്സിൽ എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ലെന്ന് പറയാം. എന്നുവെച്ചാല് മമ്മൂടിയുടെ നമുക്ക് പല രീതിയിൽ വന്ന് ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറയാം. മമ്മൂക്ക മാത്രമല്ല എല്ലാരും ഇല്ല. ആ ഒരു പിന്നെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന സീൻസ് ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ അർജുന അശോകൻ അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ പുള്ളിയൊക്കെ കാണിച്ചേക്കുന്ന പെർഫോമൻസ് പറഞ്ഞാല് അന്യം തന്നെയാണ്. മാത്രമല്ല ഇവര് തന്നെ അച്ഛനും മകനും തമ്മിൽ സംസാരിക്കുന്ന അയ്യോ ആ സീൻ സത്യം പറഞ്ഞാൽ അന്നേരം ഞെട്ടിപ്പോയ സീൻ. എന്നാ ആ ഒരു പെട്ടെന്ന് എക്സ്പ്രഷൻ മാറുന്നതാണ്. അച്ഛനായിട്ടെന്നുള്ള രീതി വന്നിട്ട് ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് ആ ഒരു കുടം പോറ്റി എന്നുള്ള ആ രീതിയിലോട്ട് ആ ഒരു കണ്ണിനകത്ത് ആദ്യം നമുക്ക് ആ ഒരു മാറ്റം കാണാൻ പറ്റും. പിന്നെ ആ ഒരു ചിരികൾ വരുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര സീൻ തന്നെയായിരുന്നു. പിന്നെ ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് ആ ഒരു എന്താണ് ഈ ചാത്തിന് ഇറങ്ങുന്ന സീൻ നമ്മൾ വെച്ചിട്ടില്ല. നമ്മൾ ഇത്ര വെച്ചിട്ടുള്ളൂ. ഇപ്പം ഇനിയിപ്പോ ഇത് സിനിമ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പടം മൊത്തം കാണണം. എന്ന് വെച്ചാല് ലാസ്റ്റിലൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ട്വിസ്റ്റ് ഒക്കെ അത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇങ്ങനെയുള്ള ട്വിസ്റ്റ് ഒക്കെ നമ്മൾ കൂടുതൽ ഈ ഇംഗ്ലീഷ് മൂവീസിലും അല്ല കൊറിയൻ മൂവീസിലൊക്കെയാണ് അവസാനം കൊണ്ടൊരു ടൈലന്റിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. അതുപോലത്തെ ഒരു സാധനം ഈ സിനിമയിലുണ്ട്. അപ്പൊ അതൊക്കെ ഈ സിനിമ അത് ആരും മിസ് ചെയ്യും. ഈ സിനിമ കാണുന്നത് തന്നെ ഒരു സ്ലോ പേസിലാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇന്റർവെല് മുതൽ അങ്ങോട്ട് ഈ പടം ഭയങ്കര ത്രില്ലറിലേക്ക് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു ക്ഷമയോടൊക്കെ ഇരുന്ന് വേണം ഈ ഒരു സിനിമ കാണാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അത്ര ക്ഷമയുടെ കാര്യമൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു സിനിമ നമുക്ക് കൂടുതലും എന്ന് വെച്ചാൽ ഈ കൊടുമൺകോറ്റിയെ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പടത്തിലേക്ക്
കയറി കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ അങ്ങ് പോകും. നല്ല ഈ പടം എടുത്തു വെച്ചേക്കുന്ന രീതിയാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവർക്കും ചില കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഇത് എത്രത്തോളം സക്സസ് ആവും, ഇത് ഇങ്ങനെയൊക്കെ പടം ഇറക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞ ഈ സിനിമയുടെ ഏറ്റവും നല്ല ബ്യൂട്ടി എന്ന് പറഞ്ഞ ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഇറക്കിയായിരുന്നു. ഇത് എനിക്കൊന്ന് കളറിൽ ഈ പടം ഇറക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഒരു എഫക്ട് തോന്നില്ല. അത് സത്യമാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ സംവിധായകന്റെ ആ ഒരു ഐഡിയ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തുവായാലും ഇല്ല, ഇപ്പൊ നമ്മൾ ഈ വർഷം വന്ന പടങ്ങളെല്ലാം ഒരുപാട് ഹിറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മഞ്ഞൾ ബോയ്സും 200 കോടി കടന്നിട്ടുണ്ട്. ആദ്യമായിട്ട് മലയാള സിനിമ 200 കോടി കടന്നു. പിന്നെ നമുക്ക് ഈ വർഷം കിട്ടാവുന്നതിനകത്ത് അടിപൊളി ഒരു ക്ലാസ് മൂവിയാണ് ഇപ്പൊ ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ഇല്ലേ, മമ്മൂക്കയുടെ കുറെ ലിസ്റ്റ് ഇനിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ നായകന്മാരുടെയും ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. എല്ലാം ഗംഭീര വിജയമാകട്ടെ എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു വലിയൊരു കൾട്ട് ക്ലാസ് പടത്തിന്റെ റിയാക്ഷൻ നമ്മൾ ഇതുവരെ ചെയ്തത്. അപ്പം ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.